അന്ന് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ മാനസ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എങ്കിൽ പിന്നെ വലിയച്ഛനോടും വലിയമ്മയോടും അപ്പൊ തന്നെ സത്യം പറയായിരുന്നില്ലേ? തൽക്കാലം അങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിച്ചോട്ടെന്ന് സൂര്യ അമ്മ പറഞ്ഞത്. ആരോടും ഈ വിവരം പറയരുതെന്നാ സൂര്യ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പിന്നെ ഇങ്ങോട്ടൊന്ന് വിളിക്കാഞ്ഞത്. ഇതിപ്പോ എത്ര നാൾ നിങ്ങൾ ഒളിച്ചു വെക്കും? പോകുന്നിടത്തോളം പോട്ടെ അമ്മ. മാനസ വാക്ക് മാറ്റി പറയാത്തിടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല. അമ്മ ഇതാരോടും പറയാതിരുന്നാ മതി. പിന്നീട് ഈ വിവരം മായോ സേതു അറിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ മോളെ? അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം അമ്മ. കാര്യം പറഞ്ഞാൽ സേതുവിന് മനസ്സിലാവും. മാനസയുടെ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടമ്മ. അവര് കാണിക്കുന്നൊക്കെ നെറികേടാണെങ്കിലും ഈ കാര്യത്തിൽ ന്യായം അവരുടെ ഭാഗത്താണല്ലോ അമ്മ. നിയമപരമായ രീതിയിൽ അവർ പോയാൽ പിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. ജയല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്. അമ്മ, മാനസയുടെ ഭാവി അമ്മ ഇപ്പൊ എന്റെയും സൂര്യയുടെ മുമ്പിലെ ചോദിച്ചിണ്ണം. ഇനി അങ്ങോട്ട് ഇതിന്റെ പേരിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ലമ്മ. എന്തായാലും നീയും സൂര്യ അറിയാതെയല്ലേ മാനസയും ജയും കൂടി കാര്യം ചെയ്തത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു കുറ്റബോധം നിനക്ക് വേണ്ട. സത്യം പറഞ്ഞ സേതുവേട്ടന്റെയും മായച്ചിയുടെയും മുഖത്ത് നോക്കാൻ തന്നെ പറ്റുന്നില്ലമ്മ. നാളെ എങ്ങനെയായാലും സേതുവേട്ടനത് അറിയും. അപ്പൊ പിന്നെ ഞാനത് മനഃപൂർവ്വം പറഞ്ഞില്ലെന്നല്ലേ പറയൂ? സൂര്യ പറഞ്ഞിട്ടാ നീ ഈ കാര്യം ആരോടും പറയാത്തേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഒരു കാരണവശാലും ഭാമ ഇതറിയരുത്. അറിയാലോ, ഭാമ അറിഞ്ഞാൽ ഉടൻ തന്നെ അഭിയോട് പറയും. അഭി ചിലപ്പോ അംബാലിക എന്റെയോട് പറയും. ഞാനായിട്ട് ആരോടും പറയത്തില്ല. എന്നോട് പറയാത്ത എന്ത് രഹസ്യം ഇവിടെ ഉള്ളത്? എന്തായിരിക്കും? അമ്മ ഇങ്ങ് വന്നേ. സത്യം പറഞ്ഞ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖം തോന്നുന്നു. അമ്മയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ ഇപ്പൊ മാറിയില്ലേ? എനിക്കങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഫോൺ എടുക്കാതിരുന്നപ്പം വിഷമം തോന്നി. ഇപ്പത് മാറി. എന്തായിരിക്കും അമ്മയോട് ഭാവനേച്ചി പറഞ്ഞത്? ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യം ഞാനെന്തിനാ അങ്ങോട്ട് പോയി ചോദിക്കുന്നത്? നീ കിടന്നു. ഇവിടെ ഇരുന്ന് വിഷമിക്കുന്ന മറ്റുള്ളവർ കണ്ട് വിഷയമാകണ്ട.